എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വണ്ടിയല്ല, രണ്ട് വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടികളുണ്ടോയെന്ന്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രണ്ട് വണ്ടികളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ടും വി വേരിയൻ്റ് ആണ്. ഇത് വരുന്നത് 2017 മോഡലാണ്, ഇത് വരുന്നത് 2021 മോഡലാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽ ഞാൻ ആദ്യം ഒന്ന് പറയാം. ഇത് 2017 മാനുഫാക്ചറിങ്, 17 രജിസ്ട്രേഷൻ, സെക്കൻഡ് ഓണർഷിപ്പിൽ 2,19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഇതിൽ യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റും വന്നിട്ടില്ല. ഒന്ന് രണ്ട് പീസിൽ ചെറിയ റീപെയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വണ്ടിയുടെ ഡീറ്റെയിൽ ഞാൻ പറയാം. ഇത് 2021 മോഡൽ വണ്ടിയാണ്. 1,88,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണറാണ്. യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. രണ്ട് വണ്ടികളും റെഗുലർ സർവീസിൽ പോയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ രണ്ട് വണ്ടികളുടെ ഒരുമിച്ച് ഓൾ അറൗണ്ട് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് പതിവ് പോലെ ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ പറയാം. ഈ വാഹനത്തിൽ യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഒന്നുമില്ല. ഈ ഡോറിൻ്റെ ഈ ഒരു പോർഷനിലും ഈ ഒരു ഭാഗത്തും ചെറിയ രീതിയിൽ, വലിയ വേരിയേഷൻ ഒന്നുമില്ല, ചെറിയ റീപെയിൻറ്റ് വന്നിട്ടുണ്ട്. ബാക്കി ഗ്ലാസ്സുകളെല്ലാം BH സീരീസിൽ 2017 തന്നെയുള്ള ഗ്ലാസ്സുകളാണ് എല്ലാം കിടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓരോരോ ഡോർ തുറന്ന് കാണാം. അതിന് മുന്നേ പറയാം, ഈ വണ്ടി 8 സീറ്ററാണ് വരുന്നത്. വിയിൽ 8 സീറ്റർ ആയിട്ടുള്ള വണ്ടിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡോർ തുറന്ന് ഈ ഉൾവശം ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇനി മേള് വശത്തേക്ക് വരുമ്പോഴത്തേന് നമുക്ക് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഡോർ പാഡുകളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത്. ഫുള്ളി ഒരു ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. നമ്മളൊന്ന് ഡ്രൈ ക്ലീന് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പുറകെ ഡോറിലേക്ക് വരാം. ഈ ഒരു ഡോറിലേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പഞ്ചിങ് മാർക്കുകൾ നോക്കാം. ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അതുപോലെ ഈ ഒരു ഫ്യൂൾ ടാങ്ക് സൈഡ് ക്വാർട്ടർ പാനലിലേക്ക് വരുമ്പോൾ ഇവിടെയൊന്നും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പുറകു വശത്തേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിക്കി തുറന്നൊന്ന് കാണാം. ഡിക്കിയുടെ ഗ്ലാസ് ഒക്കെ 2017 സെയിം കമ്പനി വന്ന അതേ ഗ്ലാസ്സുകളാണ്. ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇവിടുത്തെ പേസ്റ്റിങ് നട്ടുകളൊക്കെ കാണുമ്പോൾ അറിയാം ഓൾ ഒറിജിനൽ ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും കമ്പനിയുടെ പഞ്ചിങ് മാർക്കുകളെല്ലാം ക്ലിയർ ആണ്. ഇവിടെ ആകവശമൊക്കെ നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഡിക്കിയുടെ മേൽവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത വശത്തേക്ക് പോകാം. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു സൈഡ് മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഈ ഒരു ക്വാർട്ടർ പാനലിൽ ചെറിയ രീതിയിൽ റീപെയിൻറ്റ് വന്നിട്ടുണ്ട്. വേറെ ഗ്ലാസ്സുകളൊന്നും റീപ്ലേസ് വന്നിട്ടില്ല. ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഒന്നുമില്ല. നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഡോറ് തുറന്ന് ഇതിന് ഉൾവശം ഒന്ന് കാണാം. ഇതിന് ഉൾവശത്തേക്ക് വരുമ്പോഴും നമുക്ക് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് ക്ലിയർ ആയിട്ട് കാണാം. ഡോർപാടൊക്കെ നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുൻ വശത്തെ ഡോറിലേക്ക് പോകാം. ഈ ഒരു ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഡോർ പാഡൊക്കെ ഒന്ന് നമുക്ക് ഡ്രൈ ക്ലീൻ ചെയ്തൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. സ്വിച്ചുകളിലൊന്നും ഡാമേജ് സംഭവിച്ചിട്ടില്ല. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് പോകാം. ഇനി നമ്മൾ ഫ്രണ്ടിൽ ഈ ഒരു ഫെൻഡറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റോ ഡെൻറ്റോ സ്ക്രാച്ചോ ഒന്നുമില്ല. ബോണറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ബോണറ്റിൽ ഇവിടെ ഒരു കുഞ്ഞ് സ്ക്രാച്ച് ഉണ്ട്, ചെറുത്. വേറെ റീപെയിൻറ്റോ അങ്ങനെ ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഒന്നുമില്ല. ഹെഡ്ലൈറ്റും ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ ഇതിന് ഒരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ റൂഫിൽ ഈ ഒരു ഭാഗത്ത് ചെറിയ ഒന്ന് രണ്ട് എന്തോ മേളിൽ നിന്ന് വീണ പോലെ ഇവിടെ ഒന്ന് രണ്ട് ചെറിയ ഡോട്ട് പോലെ വന്നിട്ടുണ്ട്. അതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റ് തുറന്നിട്ട് എൻജിൻ റൂം ഒന്ന് കാണാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. ഇതിൻ്റെ കേബിൾ ഇച്ചിരി ലൂസാന്ന് തോന്നുന്നു. ബോണറ്റിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടുത്തെ പേസ്റ്റിംഗ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒറിജിനലായിട്ടുള്ള ഒരു ബോണറ്റാണ്. ഈ നട്ടൊക്കെ കാണുമ്പോൾ അറിയാം ഇത് അഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേനും ഇവിടെ ഹെഡ്ലൈറ്റിന് ക്ലിപ്പ് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. അതൊക്കെ നോർമലി ക്രിസ്റ്റയിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ ഒരു ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കാണാം.
ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ ക്ലിപ്പുകളൊക്കെ ഓക്കെയാണ്. നല്ല വൃത്തിക്ക് തന്നെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു എഞ്ചിൻ റൂമായിട്ട് നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. 2,19,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്നുള്ളതൊന്നും ഈ വാഹനം ഓടിച്ച് നമുക്ക് മനസ്സിലാകത്തില്ല. അത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഗിയർ ഷിഫ്റ്റിലൊന്നും യാതൊരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗമാണെങ്കിലും സസ്പെൻഷൻ്റെ ഭാഗമാണെങ്കിലും എല്ലാം നല്ല ക്ലീൻ കണ്ടീഷനിൽ തന്നെയാണ് ഉള്ളത്. നമ്മളെപ്പോഴും കാണിക്കുന്ന പോലെ തന്നെ ഡീസൽ അടിക്കുക ഓടുക ആ ഒരു കണ്ടീഷനിൽ തന്നെയുള്ളൊരു വാഹനമാണിത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഭാഗം ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ വാഹനത്തിൻ്റെ കിലോമീറ്ററിലേക്ക് വരാം. 2,19,455 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിരിക്കുന്നത്. നല്ല നീറ്റായിട്ട് തന്നെ എന്നിട്ടും ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എടുത്ത് പറയേണ്ടത്. നല്ല വൃത്തിക്ക് തന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ നോർമലി ക്രിസ്റ്റയിൽ വരുന്ന ഈ സ്റ്റിയറിങ്ങിലെ ക്രാക്ക്, AC വെൻറ്റിൽ വരുന്ന ക്രാക്ക്, ഇതൊക്കെ നോർമലി വരുന്നത് ഇത് ഈ വണ്ടിയിലും ഉണ്ട്. ബാക്കി നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലോ സെൻട്രൽ കൺസോളിലോ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. സീറ്റുകളൊക്കെയും കമ്പനി വരുന്ന അതേ ഫാബ്രിക്കിലുള്ള സീറ്റുകളാണ് ഉള്ളത്. ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഇച്ചിരി ഡാമേജ് ആയിട്ടുണ്ട്. അത് നമുക്ക് ഇവരെ കൊണ്ട് തന്നെ അത് മാറ്റി ചെയ്യിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് മാറ്റി ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പുറകു നിര സീറ്റുകളൊന്ന് കാണാം. പുറകിലത്തെ നിരയിലേക്ക് വരുമ്പോഴത്തേന് സീറ്റിലൊന്നും യാതൊരു ഡാമേജും സംഭവിച്ചിട്ടില്ല. 8 സീറ്ററാണ് വരുന്നത്. ഏറ്റവും പുറകിലത്തെ നിര സീറ്റുകൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നത്. ഇതിൻ്റെ റൂഫിലോട്ട് വന്നാൽ റൂഫിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. നല്ല ക്ലീൻ കണ്ടീഷനിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം. ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് യോക്കോഹാമയുടെ പുതിയ 4 ടയറുകളാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് പോകാം. പുറകിലത്തെ ടയറെല്ലാം സെയിം ഒരേ സീരീസിലെടുത്താണ്. 2025 മാനുഫാക്ചറിങ്ങിലുള്ള ടയറുകളാണ്. സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ സ്റ്റെപ്പിനി ഒരു ആവറേജ് ഒരു 35-40% മാത്രമുള്ള സ്റ്റെപ്പിനിയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ 2017 വണ്ടി നിങ്ങളെല്ലാവരും കണ്ടു. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും കവർ ചെയ്ത് തന്നെ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. ഇതിൻ്റെ കിലോമീറ്റർ 2,19,000 ആണ്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ളൊരു ചെറിയ പ്രൈസ് മാത്രമാണ് അവർ ചോദിച്ചിട്ടുള്ളത്. പ്രൈസ് ഞാൻ 2 വണ്ടിയുടെ അവസാനം ഒരുമിച്ച് പറയാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇനി നമുക്ക് 2021 മോഡൽ വി മാനുവലിലേക്ക് വരാം. അപ്പോൾ ഈ വാഹനത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതിനകത്തൊരു ചെറിയ തിരുത്തുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ടൊയോട്ടയുടെ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ്. 2023 ഈ ഗ്ലാസ് മാറിയിട്ടുണ്ട്. റെക്കോർഡിൽ അവൈലബിൾ ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സൈഡ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ റീപെയിൻറ്റോ ഒന്നും തന്നെ വന്നിട്ടില്ല. നല്ല ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഓരോ ഡോറുകൾ തുറന്ന് ഇതിന് ഉൾവശം ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് കാണാം. ഡോർ പാഡൊക്കെ ഒന്ന് ഡ്രൈ ക്ലീൻ ചെയ്യണം. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ ക്ലിയർ ആയിട്ട് കാണാം. താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ഡോറിലേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഡോർ പാഡൊക്കെ നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത്. ഇത് 7 സീറ്ററിലാണ് വരുന്നത്. ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്വാർട്ടർ പാനലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ ഒന്നും ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ റീപെയിൻറ്റോ ഒന്നും തന്നെ വന്നിട്ടില്ല. നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു വാഹനമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പുറകു വശത്തേക്ക് പോകാം. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഡിക്കിയെ പറ്റി പറയുകയാണെങ്കിൽ ഡിക്കിയിലങ്ങ് യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റോ ഡെൻറ്റോ സ്ക്രാച്ചോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഡിക്കി തുറന്ന് ഇതിന് ഉൾവശം ഒന്ന് കാണാം. ഇതിന് ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് ഈ നട്ടുകളൊക്കെ കാണുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്നും അഴിച്ചിട്ടോ ഒന്നുമില്ല. ഈ ഒരു ഭാഗത്തേക്ക് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത വശത്തേക്ക് പോവാം. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു സൈഡ് മൊത്തത്തിൽ പറയാം. ഇവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ റീപെയിൻറ്റോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഓരോരോ ഡോറ് തുറന്ന് കാണാം. ഈ ഒരു ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം.
നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തെയും പഞ്ചിങ് എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് ഡോറിലേക്ക് പോകാം. ഈ ഒരു ഡോറിലേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഒന്ന് ഡ്രൈ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കണം, അതേ ഉള്ളൂ. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ ക്ലിയർ ആയിട്ട് കാണാം. ഈ ഒരു ഭാഗത്തെയും പഞ്ചിങ് മാർക്കുകളെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് പോകാം. ഫെൻഡറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ ഒക്കെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകൾ, അതൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ട് വരും. ബോണറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ബോണറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ റീപെയിൻറ്റോ ഒന്നും തന്നെ വന്നിട്ടില്ല. നല്ല ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റുകളാണെങ്കിലും യാതൊരു ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഗ്രില്ല് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അപ്പം നമുക്ക് ബോണറ്റ് തുറന്ന് എഞ്ചിൻ റൂം ഒന്ന് കാണാം, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേന് ഇവിടെ ഒരു ചെറിയ ഡോട്ടുണ്ട്. ഡോട്ട് മീൻസ് ഒരു കല്ലടിച്ചതിൻ്റെ ചെറിയൊരു അടയാളമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബോണറ്റ് തുറന്ന് ഇതിന് ഉൾവശം ഒന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് നമുക്ക് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ നട്ടുകളൊക്കെ കാണുമ്പോൾ ഇവിടെ ഒന്നും വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ 2020 ശേഷം വരുന്ന VS6 വണ്ടികളിലൊക്കെ ഈ ഒരു ബോഡി കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കുകയില്ല ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് കളർ വരിക. അപ്പോൾ അതുപോലെ പഞ്ചിങ് ഇച്ചിരി കൂടെ നൈസായിട്ടുള്ള പഞ്ചിങ് ആയിരിക്കും ഇതിൽ വരിക, മറ്റേതിൽ ഇച്ചിരി കൂടെ ഡീപ്പായിട്ട് വരും. അപ്പോൾ എഞ്ചിൻ റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. വണ്ടി നല്ല സ്മൂത്താണ്. BS6 ആണ്, ആഡ് ബ്ലൂ ഒഴിച്ച് ഓടേണ്ട വണ്ടിയാണ്. ഗിയർ ഷിഫ്റ്റിലൊന്നും ലാഗോ കാര്യങ്ങളോ അല്ലെങ്കിൽ ടൈറ്റോ ക്ലച്ച് കുറവോ സസ്പെൻഷൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നുമില്ല. വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് റെഗുലർ സർവീസിൽ പോയിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറും ടയറും ഒന്ന് കാണാം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്കിത് കിലോമീറ്റർ ആദ്യം തന്നെ നോക്കാം. 1,88,032 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. റെഗുലർ സർവീസിൽ പോയിട്ടുണ്ട്. ഡാഷ്ബോർഡിലൊന്നും ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഇല്ല. സെൻട്രൽ കൺസോളിലും മീറ്ററിൻ്റെ ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ ഗിയർ നോബ് ഒന്ന് മാറുന്നത് നല്ലതായിരിക്കും. സീറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും മറ്റേ വണ്ടിയിൽ കാണിച്ച പോലെ തന്നെ ഇത് ഈ ഒരു കമ്പനിയുടെ ഒരു പ്രത്യേകതരം ഫാബ്രിക്കാണ് ഇതിൽ വരുന്നത്. കുറേ ഇരുന്ന് കഴിയുമ്പോഴത്തേനും അത് പിഞ്ചി കീറിപ്പോകാറുണ്ട്. അത് ഈ വാഹനത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇത്രയും കിലോമീറ്റർ ഓടിയ വണ്ടിയല്ലേ, അപ്പോൾ നമുക്കത് മാറ്റിത്തരാനുള്ള സംവിധാനം ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ സ്റ്റിയറിങ്ങിലും ചെറിയ ചെറിയ ക്രാക്കുകൾ വന്നിട്ടുണ്ട്. പക്ഷേ AC-യുടെ വെന്റിലൊന്നും ക്രാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ ഫങ്ഷൻസും വർക്കിംഗ് ആണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പുറകെ നിര സീറ്റുകളൊന്ന് കാണാം. പുറകിലത്തെ നിര സീറ്റുകളിലേക്ക് വരുമ്പോഴത്തേന് പുറകിലത്തെ നിര സീറ്റുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. നമ്മളൊരു ഡ്രൈ ക്ലീൻ ചെയ്യണം, എന്താണ് ഇൻറ്റീരിയർ ക്ലീനിങ്. പുറകിലത്തെ നിര സീറ്റുകളും നല്ല നീറ്റാണ്. ഇനി നമ്മളിതിൻ്റെ റൂഫിൻ്റെ ഭാഗത്തേക്ക് വരുവാണ്. റൂഫൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും യാതൊരു വിധത്തിലുള്ള ചെളിയഴുക്കോ പൊടിയോ ഒന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം. ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇതിൽ ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് വരുന്നത്. ബ്രിഡ് സ്റ്റോണിൻ്റെ ഏകദേശം ഒരു 80% ഉള്ള 4 ടയറുകളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് വരാം. സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഏകദേശം ഒരു 70% സ്റ്റെപ്പിനിയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രണ്ട് വണ്ടിയുടെയും ഈ വണ്ടിയുടെയും ഫുള്ളായിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി രണ്ട് വണ്ടികളുടെയും ഡീറ്റെയിൽസ് ഞാൻ ഒന്നുകൂടെ പറയാം, വണ്ടിയുടെ വിലയും പറയാം. അപ്പോൾ ഇത് 2017 മാനുഫാക്ചറിങ്, 17 രജിസ്ട്രേഷൻ, സെക്കൻഡ് ഓണർഷിപ്പിൽ 2,19,000 കിലോമീറ്റർ പ്രോപ്പർ സർവീസ് റെക്കോർഡോട് കൂടി ഓടിയിരിക്കുന്ന വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫുൾ കവർ ഇൻഷുറൻസ് വാലിഡ് ആണ്. ടയർ ഭാഗമൊക്കെ പുതിയതാണ്. 4 പുതിയ ടയറാണ് വാഹനത്തിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 11,75,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. അതുകൂടാതെ ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിലേക്ക് വരാം. ഈ വാഹനം 2021 മാനുഫാക്ചറിങ്, 21 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ 1,88,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന ഒരു വാഹനമാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് കമ്പനിയിൽ നിന്ന് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് 15,75,000 രൂപയാണ് അവർ ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളുടെയും വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയം കാർസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിലെയും ഫേസ്ബുക്കിലെയും പേജുകളൊന്ന് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മളുടെ ഹൈ ക്വാളിറ്റി വണ്ടികൾ നമുക്ക് വരുന്നതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആദ്യമായിട്ട് ഇടുന്നത് നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിലാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.
ആ ഗ്രൂപ്പിൽ അംഗങ്ങളാകാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ആ ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലും കിടിലും 2 വാഹനങ്ങളുടെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.